ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് പീഡിയാട്രിക് ഹോസ്പിറ്റൽ ചെയിനാണ് റെയിൻബോ ചിൽഡ്രൻ ഹോസ്പിറ്റൽ. അതിൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ്. അത് നമ്മൾ വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 7 സിറ്റീസിൽ 20 ഹോസ്പിറ്റൽസ്, 5 ക്ലിനിക്കായിട്ടാണ് ഇത് നിലവിൽ പ്രവർത്തിക്കുന്നത്. 2035 ബെഡാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. ഈ ബിസിനസ് മോഡൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറല്ല. ഈ വീഡിയോൻ്റെ പ്യുവർ പർപ്പസ് എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ എവിടൊക്കെയാണ് ഈ ഹോസ്പിറ്റൽസ് ഉള്ളത് എന്നാണ്. 7 സിറ്റീസുകളിലായിട്ടാണ് ഹോസ്പിറ്റൽസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ബാംഗ്ലൂരിൽ 4 ഹോസ്പിറ്റലും 1 ക്ലിനിക്കും, ഹൈദരാബാദിൽ 8 ഹോസ്പിറ്റലും 2 ക്ലിനിക്കും, വാറങ്കൽ 1 ഹോസ്പിറ്റലും, വിശാഖപട്ടണത്ത് 1 ഹോസ്പിറ്റലും 1 ക്ലിനിക്കും, വിജയവാഡയിൽ 1 ഹോസ്പിറ്റൽ പ്ലസ് 1 ക്ലിനിക്, ചെന്നൈയിൽ 3 ഹോസ്പിറ്റലും ഡൽഹിയിൽ 2 ഹോസ്പിറ്റലുമാണ് ഉള്ളത്. നിലവിൽ 2035 ബെഡ് കപ്പാസിറ്റിയും 925 ഡോക്ടേഴ്സും ആണുള്ളത്. അടുത്തതായി നമുക്ക് ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ എന്താണെന്ന് പഠിക്കാം. Hub hospitals are large centrally located tertiary or quaternary care centers with advanced medical infrastructure and full specialization. Spoke hospitals are smaller secondary or early tertiary care centers in nearby neighborhood or tier 2 or 3 towns that refer complex cases to the hub. ഈ റൈറ്റ് സൈഡിലുള്ള പിക്ചർ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു ഹബ്ബും ഹോസ്പിറ്റലും ഉണ്ടാവും, 2-3 സ്പോക്ക് ഹോസ്പിറ്റൽസ് ഉണ്ടാവും. കോംപ്ലക്സ് കേസസ് വരുന്ന സമയത്ത് സ്പോക്ക് ഹോസ്പിറ്റൽസിൽ നിന്ന് ഹബ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ഇതാണ് റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ ഹോസ്പിറ്റൽസിൻ്റെ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 20 ഹോസ്പിറ്റൽസാണ് നിലവിലുള്ളത്. അത് എവിടേക്കാണ് നോക്കാം. തെലങ്കാന ഹൈദരാബാദിൽ 8 ഹോസ്പിറ്റൽസും 2 ക്ലിനിക്കുകളുള്ളത്. ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ്. 900+ ബെഡാണ്. കർണാടക ബാംഗ്ലൂരിൽ 4 ഹോസ്പിറ്റൽസും 1 ക്ലിനിക്കുമാണുള്ളത്. 350+ ബെഡാണ്. തമിഴ്നാട് ചെന്നൈയിൽ 3 ഹോസ്പിറ്റലാണ്. ഹബ് ആൻഡ് സ്പോക്കാണ്. 200+ ബെഡാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ 1 ഹോസ്പിറ്റലും 1 ക്ലിനിക്കും, വിശാഖപട്ടണത്ത് 1 ഹോസ്പിറ്റലും 1 ക്ലിനിക്കും, ഡൽഹി NCRൽ 2 ഹോസ്പിറ്റലും, വാരങ്കലിൽ 1 ഹോസ്പിറ്റലും. താഴെ കാണുന്ന ഗുർഗാവിലെയും കോയമ്പത്തൂരിലെയും ഫ്യൂച്ചർ അവരുടെ ഹോസ്പിറ്റൽ പ്ലാനാണ്. അത് നമ്മൾ വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ അവരുടെ കറൻറ്റ് സിനാരിയോ ആണ് നോക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ 2035 ബെഡാണ് ഉള്ളത്. അത് അവർ ടാർഗറ്റ് ചെയ്യുന്നത് 2865 ടോട്ടൽ ബെഡാണ് ഫിനാൻഷ്യൽ ഇയർ 2027-28. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 250+ ബെഡാണ് 2025-26. അത് രാജമുദ്രയിലും ഇലക്ട്രോണിക് സിറ്റിയിലും ഹെന്നൂരിലാണ് ചെയ്തിട്ടുള്ളത്. 145.7 കോടി രൂപയാണ് 2025 അവർ ക്യാപെക്സ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് അവർ ചിലവാക്കിയിട്ടുള്ളത്. ആ ക്യാപെക്സ് ചിലവാക്കിയത് മുഴുവൻ ഇൻറ്റേർണൽ അക്രൂവലാണ്, വിത്തൗട്ട് ബോറോയിങ് ആണ്. 700 കോടി രൂപ അവരുടെ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് റിസർവ്സ് ആയിട്ടുണ്ട്. റെയിൻബോ ചിൽഡ്രൻ ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ EBITDA മാർജിൻ എപ്പോഴും 30 എബോവ് ആണ് അവർക്കുള്ളത്. നെക്സ്റ്റ് അവരുടെ റവന്യൂ സെഗ്മെൻറ്റ് നോക്കാം. പീഡിയാട്രിക്സിൽ 68% റവന്യൂ ആണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്. 24% പെരിനേറ്റൽ ആൻഡ് ഒബ്സ്ട്രറ്റിക്സ് വഴിയും, 6% ഫെർട്ടിലിറ്റി അതായത് IVF ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴിയും, 2% റീറ്റെയിൽ വഴിയുമാണ് അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഇവരുടെ റവന്യൂ സെഗ്മെൻറ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പീഡിയാട്രിക്സ് 68% നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെക്കൻഡറി കെയർ, അതായത് ഇമ്മ്യൂണൈസേഷൻ, ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ്. പിന്നെ വരുന്നതാണ് ടെർഷ്യറി ആൻഡ് ഇൻറ്റൻസീവ് കെയർ, നിയോനേറ്റൽ സർജറി, അതായത് പ്രീമെച്യൂർ ബർത്തിൽ വരുന്ന കെയറിങ്. അടുത്തത് കോട്ടണറി കെയർ, ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ട്രാൻസ്പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ലിവർ, കിഡ്നി, അങ്ങനെ ബോൺ മാരോ, ഇതെല്ലാം ഇൻക്ലൂഡാണ്. പിന്നെ ഉള്ളത് പെരിനേറ്റൽ ആൻഡ് ഒബ്സ്ട്രറ്റിക്സ്, അതായത് 24% അവരുടെ റവന്യൂ സെഗ്മെൻറ്റിലുള്ളത്. അത് ആഫ്റ്റർ ബർത്ത് വരുന്ന കോംപ്ലിക്കേഷൻസ് അതിന് കെയർ ചെയ്യുന്ന ഇത്. പിന്നെ വരുന്ന 6% ഫെർട്ടിലിറ്റി സർവീസ് IVF വഴി. നെക്സ്റ്റ് ഇവരുടെ ക്യാപെക്സ് പ്ലാൻ, അതായത് ഫ്യൂച്ചർ പ്ലാൻ നോക്കുകയാണെങ്കിൽ
കോയമ്പത്തൂരിൽ 130 ബെഡ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2027 കംപ്ലീറ്റ് ആവും. ഗുർഗാം ട്വിൻ പ്രൊജക്റ്റ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ 2025. കംപ്ലീഷൻ ടൈം പറയുന്നത് 2028 ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും. ഇനി ഇവരുടെ ക്വാർട്ടർലി ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2024 ശേഷം ഒരു സ്ലൈറ്റ് ഡിക്രീസ് ഇൻ സെയിലും കാണാം, സ്ലൈറ്റ് ഡിക്രീസ് ഇൻ പ്രോഫിറ്റും കാണാം, മാർജിനിലും ചെറിയൊരു ഡിക്ലിനേഷൻ കാണാം. ആനുവൽ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ സെയിൽസ് ആണ് ത്രൂ ഔട്ട് ഫിനാൻഷ്യൽ ഇയർ 2023 to 2025 വരെ കാണുന്നത്. പ്രോഫിറ്റിലും ഗ്രാജുവൽ ഇൻക്രീസ് ഉണ്ട്. മാർജിനിൽ ചെറിയൊരു ഡിക്ലൈൻ കാണാം. 34% ഉള്ള ഓപ്പറേറ്റിംഗ് മാർജിൻ 33% ആയിട്ട്. നെക്സ്റ്റ് നമുക്ക് ഇവരുടെ മെച്യൂർഡ് ഹോസ്പിറ്റൽസിൻ്റെ ഓപ്പറേഷണൽ KPIs നോക്കാം. നമ്പർ ഓഫ് ബെഡ്സിൽ വലിയ മാറ്റമൊന്നുമില്ല. ഒക്യുപ്പൻസിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 11% ഡീഗ്രോത്ത് കാണാം. ആർപോപ്പ് നോക്കുകയാണെങ്കിൽ ആവറേജ് റവന്യൂ പെർ ഒക്യുപ്പൈഡ് ബെഡ് നോക്കുകയാണെങ്കിൽ ഒരു ഇൻക്രീസ് ആണ്, 15% ഇൻക്രിമെൻറ്റ് കാണാം. ALOS നോക്കുകയാണെങ്കിൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ് ഡിക്രീസ് കാണാം 5%. അതുപോലെ ന്യൂ ഹോസ്പിറ്റൽസിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സ് നോക്കുകയാണെങ്കിൽ അതിൽ മാറ്റമൊന്നുമില്ല, 0 ആണ്. ഒക്യുപ്പൻസിയിൽ 20% ഗ്രോത്ത് ഉണ്ട്. ആർപോപ്പിൽ 10% ഗ്രോത്ത് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവരുടെ ലൊക്കേഷൻസിലെ പിക്ചേഴ്സ് കാണാം. തെലങ്കാനയിൽ 1040 ബെഡ് കാണാം. ബാംഗ്ലൂരിൽ 442 ബെഡുള്ള 4 ഹോസ്പിറ്റൽസ് കാണാം. ഡൽഹിയിൽ 24 ബെഡോടുകൂടിയ 2 ഹോസ്പിറ്റലും, ചെന്നൈയിൽ 270 ബെഡോടുകൂടിയ 3 ഹോസ്പിറ്റലും, ആന്ധ്രയിൽ 259 ബെഡോട് കൂടിയ 2 ഹോസ്പിറ്റൽസാണുള്ളത്. ആസ് എ ഹോൾ ഇന്ത്യയിലെ ഗ്രോയിങ് പോപ്പുലേഷനും ആൻഡ് ചിൽഡ്രൻസ് കെയർ നോക്കുകയാണെങ്കിൽ റെയിൻബോ ചിൽഡ്രൻ ഹോസ്പിറ്റൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്.